ഒരു ഡെലുലുവിന്റെ അച്ഛനാണ് റിയൽ ലൈഫ് ഓൾസോ. So we have a lot of Delulu moments in our house also. ഈ ലോൺ അടയ്ക്കുക എന്നുള്ള പരിപാടിയോ അങ്ങനെയൊന്നും വേണ്ടിയിട്ടല്ല, വർക്ക് ചെയ്യണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി. കാശിന് വേണ്ടിയിട്ടുള്ള പരിപാടി അല്ല ഇത്. ഫസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും 100% എഫേർട്ട് അതിന്റെ മേലെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി അത് കണ്ട് ആളുകൾ പറയാൻ വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഇവരുടെയൊക്കെ റെസ്പോൺസുകളിൽ നിന്നും എല്ലാവരും കണ്ടിട്ടില്ല. കണ്ടവർക്കൊക്കെ ആക്ച്വലി അത് നീറ്റാണ്. റോസ്ലിന്റെ കഥ കിടക്കുന്ന കുറച്ച് മിസ്റ്റീരിയസ് ഡ്രാമ വിവാദത്തിൽപ്പെടുന്ന പരിപാടിയാണ്. അപ്പൊ എന്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് ഒരു മിസ്റ്ററി എലമെന്റ് കൊണ്ടുവരുന്ന ആ ഒരു ക്യാരക്ടർ. ഗീതുവാന്റെ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, യു ഹാവ് എ വെരി മെലൻകലിക് ഐസ് എന്ന് പറഞ്ഞാൽ, ഈവൻ ദോ യു ആർ സ്മൈലിംഗ്, യുവർ ഐസ് ഹാസ് ഡെപ്ത്. കണ്ണിനൊരു സങ്കടമുണ്ട്. സങ്കടമുണ്ട്. പക്ഷെ ദൈവം സഹായിച്ചു അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇറ്റ് വർക്ക്ഡ് ഫോർ മൂത്തോൺ, ഫോർ മുല്ല ഇറ്റ് വർക്ക്. പല പടങ്ങളിലും നമ്മൾ ചില അനാലിസിസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ഈശ്വരൻ, നമ്മള് ചില സീക്വൻസസ് അവർ അനലൈസ് ചെയ്യുന്ന വിധം, ഇപ്പൊ ഒന്നും വേണ്ട, എക്കോയിലെ ഒരു സീക്വൻസിന്റെ ആ സെറ്റിലെ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്ത ഒരാള്. ഞാൻ ആ പടത്തിൽ അതിൻ്റെ ഉള്ളിൽ അഭിനയിച്ചിട്ട് ഞാൻ ഇന്ന് വരെ കലണ്ടർ ലുക്ക്ഡ് ദ കലണ്ടർ, ദ മന്ത്, ദ ഡേറ്റ്, ആ ഇയർ എങ്ങനെയാണ് ആ പടത്തിന്റെ ടൈം ലൈൻ. അത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഹസ് ഫോളോഡ് ദാറ്റ്. റോസ്ലിനെ മനസ്സിലാക്കാൻ റോസ്ലിന്റെ രീതി, റോസ്ലിൻ എങ്ങനെ ഓരോ കാര്യത്തിൽ റിവേർട്ട് ചെയ്യും, ഹൗ വിൽ ഹർ റിയാക്ഷൻ ബി. ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണല്ലോ നമ്മളിപ്പോൾ ആക്ടേഴ്സിന് പറയുന്നത് മോസ്റ്റ് എക്സൈറ്റിംഗ് ജേർണീസ് എന്ന് പറയുന്നത്. സോ ഒട്ടും ആ ഒരു സാമ്യമില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert. ജിത്തു ജോസഫ് ഷോ റണ്ണർ ആവുന്നു എന്ന പ്രത്യേകതയുണ്ട് റോസ്ലിൻ എന്ന സീരീസിന്. സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ സീരീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വിനീതൻ, സീരീസിന്റെ ഡയറക്ടർ സുമേഷ്, ഹക്കീം ഷാജഹാൻ ആൻഡ് സഞ്ജന എന്നിവർ ചേരുന്നു. നമസ്കാരം. ഡെലുലുവിനെ കിട്ടിയെങ്കിൽ എന്നല്ല, ഡെലുലുവിനെ പോലെ ഒരു അച്ഛനെ കിട്ടിയെങ്കിൽ നോട്ടിട്ട് റിലീസിന് ശേഷം ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ ഓപ്പണായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റുന്ന അച്ഛനാവുക, അതൊരു ഭയങ്കര ആഗ്രഹമായിട്ട് കുറെ കുട്ടികൾ പറയുന്നുണ്ട്. ഹൗ ഇസ് ദാറ്റ് ഫീലിംഗ്? It's amazing because I myself ഒരു ഡെലുലുവിന്റെ അച്ഛനാണ് റിയൽ ലൈഫ് ഓൾസോ. So we have a lot of Delulu moments in our house also. And ഞാൻ പറഞ്ഞില്ല, അത് ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്. ആൻഡ് ഇതിലും വി ഹാവ് എ ഡെലുലു. നമുക്ക് രണ്ടുപേരുടെയും ഡെലുലു ആണ് സഞ്ജന. സോ ദാറ്റ് ഗുഡ്നെസ്, യു നോ, ലൈക്ക് ആ ഒരു ഫീൽ ഗുഡ് ഫാമിലി ആൻഡ് ദാറ്റ് ഹാപ്പിനെസ്, ഒരു കുടുംബത്തിന്റെ ആ ഇൻപം ഉണ്ടല്ലോ, അത് ഭയങ്കര രസം. അത് നമ്മള് ആസ് ആക്ടേഴ്സ് അത് അഭിനയിക്കുമ്പോഴും വി എക്സ്പീരിയൻസ് ഇറ്റ്. സോ അതൊരു ഭയങ്കര സന്തോഷമാണ് ആക്ച്വലി. ഈവൻ ദോ നമുക്ക് വി ഹാവ് ദ സെയിം മൊമെന്റ്സ് ഇൻ ആർ ലൈഫ്. ഇപ്പൊ എനിക്ക് ഒരുപാട് സീൻസ് ഇതില് ചെയ്യുമ്പം ഐ യൂസ് ടു തിങ്ക് ഓഫ് മൈ ഡോട്ടർ ആ സമയത്ത്. അപ്പം അത് ഒബ്വിയസ്ലി നമ്മളുടെ ഒരു ലൈഫിലെ പാർട്ടാണല്ലോ. സോ അങ്ങനത്തെ കുറെ മൂമെന്റ്സ് ഉണ്ട്. ഇപ്പം ചില യുനോ ഈ ടാൻട്രംസ് ചില സമയം ഈ ടീനേജേഴ്സിനുള്ള ഒരു സംഭവമാണ് അത്. സോ അങ്ങനത്തെ ലിറ്റിൽ തിങ്സ്. സോ വി കുഡ് കണക്ട് ടു ദാറ്റ്. അതിന്റെ കൂടെ ആ ക്യാരക്ടേഴ്സ് പോകുന്ന ഒരു ജേർണി ഉണ്ടല്ലോ, അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ആസ് ആക്ടേഴ്സ്. സോ ദാറ്റ് ഇസ് സോ ഷീ ഈസ് അവർ ഡെലുലു റോസ്ലിൻ. റോസ്ലിന്റെ അച്ഛൻ എങ്ങനെ, കൂളാണോ? സ്വീറ്റ് ഹാർട്ടാണ് ജോൺ. പാവ, ലൈക്ക് നൈസ് ഫെലോ. ആൻഡ് എപ്പോഴും ബ്രെഡ് ടോസ്റ്റ് കൊടുക്കുക, ചില്ലി ചിക്കനും റൈസും വിളമ്പ. പശുവിന്റെ അവർക്കൊരു ഫാമാ, ചെടികള്, പശുക്കള്, കോഴി. സോ അവിടെ അങ്ങനെ ഒരു ഇത് നഴ്സറി, ലോട്ട്സ് ഓഫ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹൗസ്. സോ അതിൽ ജീവിക്കുന്ന ഒരു സ്മോൾ ലിറ്റിൽ ലവിങ് ഫാമിലിയാണ് ജോൺ, ശോഭ ജോൺ, മീന ചെയ്യുന്ന ക്യാരക്ടർ, റോസ്ലിൻ ആൻഡ് ആരൻ. ഞങ്ങൾക്കൊരു മോനും ഉണ്ട്, ഒരു ചെറിയ മോൻ. സോ അവനാണ് ഒരു പ്രഷ്യസ് ബേബി. ബിക്കോസ് ഇവർ തമ്മിൽ ഭയങ്കര ഏജ് ഡിഫറൻസ് ഉണ്ട്. മോന് ഒരു 1.5 വയസ്സേ ആയിട്ടുള്ളൂ. സോ അതിന് ഹി നീഡ്സ് എ ലോട്ട് ഓഫ് അറ്റൻഷൻ. അത് ഈ അച്ഛനും അമ്മയും
ഒരുമിച്ചാണ്. സോ അങ്ങനെ ഒരു ക്യൂട്ട് ലിറ്റിൽ ഫാമിലിയാണ്. സോ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് സ്റ്റാർട്ട്സ് റോസ്ലിൻ. വിനായക് ശശികുമാറിനെ എങ്ങനെ സംഘടിപ്പിച്ചു? അവന്റെ കൂട്ടുകാരനെ നമ്മളെ പരിചയപ്പെടുന്നത് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്ത സിനിമയുടെ സെറ്റിൽ അവൻ ലിറിസിസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് സ്റ്റഡി ആയിരുന്നു. അതിനേക്കാളും കുറെ പുറംപണികൾ വേറെ അതിനകത്ത് വരാറുണ്ട്. ഇച്ചിരി സമയം എടുത്ത് ചെയ്യുന്ന സിനിമ, ട്രാൻസ് ആയിരുന്നു, സമയം എടുത്ത് ചെയ്യുന്ന സിനിമയായിരുന്നു. അപ്പൊ നമുക്ക് ഇച്ചിരി സമയമൊക്കെ കിട്ടും അതിനിടയിൽ. അപ്പൊ അതിനിടയിൽ അവനെ പരിചയപ്പെട്ടു. നമ്മള് കഥകളുടെ ചർച്ചകളൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഇച്ചിരി അലൈൻഡ് ആയിട്ട് വന്നത് ഈ മിസ്റ്ററി ഡ്രാമ ത്രില്ലർ ഏരിയയിലേക്ക് കിടക്കുന്ന സാധനങ്ങളിലാണ്. ഞങ്ങൾ ടേസ്റ്റുകൾ ഒരേപോലെ കിടക്കുന്നത്, ബാക്കി എല്ലായിടത്തും ഇച്ചിരി മാറിയ കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ അവൻ എഴുതാൻ ഇഷ്ടമാണ് എന്നറിഞ്ഞപ്പോ ഞാൻ പിന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി. ശല്യം ചെയ്യല് വളരെ കാര്യമായിട്ട് തന്നെ ശല്യം ചെയ്ത് അവസാനം ഒരു 3-4 കൊല്ലത്തിന് ശേഷം ഇത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കോവിഡ് സമയത്ത്, ലോക്ക്ഡൌൺ സമയത്ത് വിളിച്ച് പറഞ്ഞു. ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഒരു സൂം കോൾ വരാം. ലോക്ക്ഡൌൺ ബേബിയാണ്. അതെ, ലോക്ക്ഡൌൺ ബേബി. ലോക്ക്ഡൌണിൽ ഒരുപാട് കഥകൾ ആക്ച്വലി പല വഴിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിലൊരു ബേബിയാണ്. അപ്പൊ അത് ഒരു സൂം കോളിലാവുന്ന സാധനം പറഞ്ഞു. അത് ഏറെക്കുറെ ഫുൾ ആയിട്ടുള്ള ഒരു നറേഷൻ തന്നെ കിട്ടിയത്. അത് രസമായിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ വളരെ ഒതുക്കമുള്ള ഈ പറഞ്ഞ മാതിരി ഒരു സ്വീറ്റ് പരിപാടി. അതിന്റെ ഇടയിൽ കൂടെ ഒരു മിസ്റ്ററി ലെയറും കൂടെ ഇങ്ങനെ പോകുന്ന ഒരു മെല്ലെ പറയുന്ന രസമുള്ള കഥ. നമ്മൾ ഇച്ചിരി സമയമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അറ്റൻഷനൊക്കെ കൊടുത്ത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതി അവസാനിപ്പിച്ചിട്ടുള്ള ഒരു ലാസ്റ്റിലേക്ക് ഒരു പേ ഓഫ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കഥയാണ്. അത് അങ്ങനെയാണ് വിനായക് ഇതിലേക്ക് എത്തിയത്. ഞങ്ങൾ ഒരുമിച്ച് ഇത് പിന്നെ അതിന്റെ അടുത്ത നടപടികളിലേക്ക് ഒക്കെ പിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. ഈ ഹോട്ട്സ്റ്റാറും മലയാളം കോണ്ടന്റും ഭയങ്കര നല്ല കോമ്പിനേഷൻ ആണ്. 1000 ബേബീസ് ആയാലും ഇപ്പൊ നമ്മുടെ കേരള ക്രൈം ഫയൽസ് ഒക്കെ നല്ല അജോഗീസ് ആൻഡ് നീരജ് മാധവ് ചെയ്തിട്ടുണ്ടായിരുന്ന ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, അത് ഭയങ്കര റിസപ്ഷൻ ആയിരുന്നു. സോ ആ ഒരു ഗുഡ് വില്ല് കാത്തു സൂക്ഷിക്കുക, അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഉറപ്പായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും 100% എഫേർട്ട് അതിന്റെ മേലെ വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി അത് കണ്ട് ആളുകൾ പറയാൻ വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മള് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഇവരുടെയൊക്കെ റെസ്പോൺസുകളിൽ നിന്നും എല്ലാവരും കണ്ടിട്ടില്ല. കണ്ടവർക്കൊക്കെ ആക്ച്വലി അത് നീറ്റാണ്. അപ്പൊ ഗുഡ് വില്ല് പോവില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. റോസ്ലിനായിട്ട് എത്രമാത്രം ടാഞ്ചിബിൾ ആണ് ശരിക്കുള്ള ആൾ? റോസ്ലിനായിട്ട് ആക്ച്വലി അങ്ങനെ വലിയ സാമ്യമൊന്നും ഇല്ല. റോസ്ലിൻ ഇസ് വെരി ഡിഫറെന്റ് ക്യാരക്ടർ. എന്നെ വെച്ച് നോക്കുമ്പോൾ ഡിഫറെന്റ് ആണ്. പക്ഷെ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആണ്. കാരണം അതിലേക്ക് റോസ്ലിനെ മനസ്സിലാക്കുക, റോസ്ലിന്റെ രീതി, റോസ്ലിൻ എങ്ങനെ ഓരോ കാര്യത്തിൽ റിവേർട്ട് ചെയ്യും, ഹൗ വിൽ ഹർ റിയാക്ഷൻ ബി. ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണല്ലോ നമ്മളിപ്പോൾ ആക്ടേഴ്സിന് വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ജേർണീസ് എന്ന് പറയുന്നത്. സോ ഒട്ടും ആ ഒരു സാമ്യമില്ല, എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഡയറക്ടർ ആക്ച്വലി ആൻസർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇല്ല, ക്യാരക്ടർ വൈസ് വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അതെ അതെ, ഉറപ്പായിട്ടും വ്യത്യാസമുള്ള. ആക്ച്വലി ഇതിന്റെ എന്താ പറയാ, ആ ക്യാരക്ടർ ഈ കഥ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റൈല് വെച്ചിട്ട് ഇച്ചിരി മൊണോട്ടോണസ് ആണ് ശരിക്കും റോസ്ലിൻ ക്യാരക്ടർ തന്നെ. അപ്പൊ അത് തന്നെ ഒരു വലിയ തലവേദനയാണ് ആക്ച്വലി. പെർഫോം ചെയ്യുന്ന ആൾക്ക് അതൊരു ബുദ്ധിമുട്ട് ആണല്ലോ, ഒരേ ഇമോഷൻ നമ്മളിങ്ങനെ ആവാൻ നേരം. പക്ഷെ അതാണ് ഇയാൾ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്തത്, അത് ഭംഗിയായിട്ട് ടാക്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആക്ച്വലി അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സാധനം തന്നെ. ഹക്കിം, ഈ മിറേജ്, മീശ ഇതിലൊക്കെ ഈ ചതി ഇൻവോൾവ് ആണ്. റോസ്ലിനും ചതി ഉണ്ടോ? ചതിയില്ല. ഈ ക്യാരക്ടർ ഇത്തിരി ഈ പറഞ്ഞ പോലെ ഈ റോസ്ലിന്റെ കഥ കിടക്കുന്ന കുറച്ച് മിസ്റ്റീരിയസ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന പരിപാടിയാണ്. അപ്പൊ എന്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് ഒരു മിസ്റ്ററി എലമെന്റ് കൊണ്ടുവരുന്ന ആ ഒരു ക്യാരക്ടർ. അപ്പോൾ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡ് തോന്നുന്ന ഒരു ക്യാരക്ടറാണ് എന്നുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ ചതി എങ്ങനെയല്ല, വേറൊരു ട്രീറ്റ്മെന്റ് ആണ് പരിപാടി. അങ്ങനെ ചതി അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഇപ്പൊ ഞാൻ ബ്ലെസിസ് സാറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വായിച്ചിട്ട് അദ്ദേഹം ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാണ്. അന്ന് പുസ്തകം വായിച്ച് അടച്ചിട്ട് അങ്ങനെ യാത്ര ചെയ്യണം. അപ്പൊ ഈ പുസ്തകങ്ങളും അതിലെ ക്യാരക്ടേഴ്സിനും അത്ര ഫാസിനേഷൻ ഉണ്ടാവുകയും അവിടേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ ആളുകളുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ആളുകളെ പോലത്തെ ഒരാൾ അങ്ങനെയാണോ റോസ്ലിനെ മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ല, അങ്ങനെ പുള്ളിക്കാരി ഇതിനകത്ത് ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു പൂച്ചക്കണ്ണൻ പുള്ളിക്കാരി ഹോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെയിം ടൈം അവരുടെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് ഇതേ തരത്തിലുള്ള പുള്ളിക്കാരിക്ക് ചെറിയൊരു സംശയം തോന്നുന്ന തരത്തില് ബോഡി ലാംഗ്വേജും പരിപാടിയും ബിഹേവിയറും ഒക്കെ തോന്നുന്ന ഒരു ക്യാരക്ടർ. അവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലേ ആണ് ഇതിനകത്ത് കിടക്കുന്നത്. ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടറിന് വേണ്ടി എന്താ ചോദ്യം, ക്യാരക്ടറിന് വേണ്ടി ഞാൻ ട്രാവൽ, അങ്ങനെ ഒരു ട്രാവൽ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല റോസ്ലിൻ. അല്ല അങ്ങനത്തെ ഒരു പരിപാടി അല്ല. ഡയറക്ടർ വേണം പറയാൻ. അങ്ങനത്തെ ഞാൻ എന്താ പറയുന്നത്, എന്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ എന്തൊക്കെ പറയാൻ പറ്റും. കാരണം ഇതിനകത്ത് ഇതിന്റെ ഒരു കഥ വെച്ചിട്ട് ഒരുപാട് എന്താ പറയാ, അങ്ങനെ വലിയ വലിയ സംഗതികൾ കൂടി ഒന്നും അല്ല ഇത് ട്രാവൽ ചെയ്യുന്നത്. ഇത് വളരെ പീപ്പിൾ ആയിട്ടുള്ള എന്നാ രസമുള്ള പറയുന്ന ഒരു പരിപാടി. അതുകൊണ്ടാണ് വലിയ വലിയ ഇവന്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇതിന്റെ സെറ്റിംഗ്, വേൾഡ് സെറ്റിംഗ് സമയത്തൊക്കെ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഇയാള് വീട്ടിലോട്ട് വന്നപ്പോ ഇയാൾക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, പുള്ളി എന്തോ ശരിയല്ല, പുള്ളിക്ക് എന്തോ ഒരു തകരാറുണ്ട് എന്നുള്ള ഒരു സംഗതി നമുക്ക് കിട്ടുന്നുണ്ട്. അത് പക്ഷേ റോസ്ലിന് മാത്രമേ കിട്ടുന്നുള്ളൂ. കാരണം റോസ്ലിന്റെ ചിന്തയില് ഇത് നേരിട്ട് കാണുന്നത് മാത്രല്ല, ഇയാളെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞൊരു സാധനം കിടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നേരിട്ട് കണ്ടെന്ന് പറയുന്ന സാധനം കിടക്കുന്നു. ഇത് എവിടെയോ ഇയാൾക്ക് ഒരു തകരാറുണ്ട്. ആ ഒരു നെഗറ്റീവ് ഓറയായിട്ടാണ് ഇദ്ദേഹം വീട്ടിലോട്ട് കയറി വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള അത് പിന്നുള്ള ഒരു പ്ലേ. ആ പ്ലേ ഇതിനകത്ത് വളരെ വളരെ ചെറിയ 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 ഏറ്റക്കുറച്ചിലൂടെ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് കുറച്ചൊന്ന് എന്താ പറയുക, സമയം എടുത്തുനിന്ന് അറ്റൻറ്റീവ് ആയിട്ടൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവും. ഒരാളോടും ഒരു രീതിയിലും ബാക്കി എല്ലാവരോടും വേറെ രീതിയിലും പെരുമാറുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ്. ഇപ്പൊ തണ്ണീർമത്തൻ എടുക്കുകയാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ അദ്ദേഹം ഒരാളോട് മാത്രം, മാത്യുവിന്റെ ക്യാരക്ടറിനോട് മാത്രമാണ് ഒരു രീതി പെരുമാറുന്നത്. ബാക്കി എല്ലാവർക്കും വളരെ ജനപ്രിയനാവുള്ളി. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുമ്പോൾ ഇപ്പൊ റോസ്ലിൻ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, ആ മീറ്ററാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നതിൽ ഒരു എക്സൈറ്റ്മെന്റ് എന്താണ്? എപ്പോഴും എനിക്ക് ചെയ്യാത്ത കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് പിന്നെ ഇത് സ്ക്രിപ്റ്റിൽ വെൽ റിട്ടൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച് നമ്മൾ കയ്യിൽ നിന്നിട്ട് അങ്ങനത്തെ ഒരു പരിപാടി പിടിക്കാന്നുള്ള അങ്ങനത്തെ ഒരു പരിപാടി എനിക്കില്ല. എന്താണ് എനിക്ക് കിട്ടുന്ന ഇൻപുട്സ് അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. ഡയറക്ടറിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് സേഫും സിനിമയ്ക്ക് സേഫും അതാണ്. പിന്നെ ഈ റോസിൽ അങ്ങനത്തെ ഒരു പരിപാടിയല്ല. അതായത് പുള്ളിക്കാരിയുടെ നോട്ടത്തിലാണ് പെശകുള്ളൂ. ഞാൻ എല്ലാവരോടും ഒരുപോലെ, പുള്ളിക്കാരിയാണ് ഈ പെശക്. അല്ല അങ്ങനെയല്ല, പുള്ളിക്കാരിയുടെ നോട്ടത്തിൽ ചെറിയൊരു പെശകുണ്ട്. പുള്ളിക്കാരിക്ക് മാത്രം മനസ്സിലാവുന്നുള്ളൂ. മേ ബി ബിക്കോസ് പുള്ളിക്കാരി ഇത്രയും ബുക്സ് വായിച്ചിട്ടുള്ളതിന്റെ ആ ഒരു സിമിലാരിറ്റി എന്റെ ക്യാരക്ടറിനുള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് തോന്നുന്നതായിരിക്കാം. സുമേഷ് ഏട്ടൻ പറഞ്ഞ ഒരു അണ്ടർലൈൻ ഫാക്ടർ ഉണ്ടല്ലോ, പുസ്തകം വായിക്കുന്നു, ആ പുസ്തകത്തിലുള്ള കഥകളോ അല്ലെങ്കിൽ ഈ കാണുന്ന സ്വപ്നങ്ങൾ കാരണമായിരിക്കാം പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോ ഇത് ശരിയല്ലല്ലോ. പിന്നെ എന്റെ അടുത്തുള്ള ബോഡി ലാംഗ്വേജ് റോസ്ലിന് അത് തോന്നാം. അപ്പൊ അവിടുന്നാണ് ആ ഒരു ഇത് ഇയാളെന്താ ഇവിടെ. കാരണം റോസ്ലിന്റെ മനസ്സിൽ റോസ്ലിന്റെ ഫാമിലി, റോസ്ലിന്റെ അനിയൻ, ആ ഒരു എൻവയൺമെന്റ് ആണ്. അപ്പൊ പെട്ടെന്ന് ഒരാൾ കടന്നു വരുമ്പോ ഉള്ള ഒരു uneasiness and that topped by ഈ ദുസ്വപ്നങ്ങൾ. വേറൊരു പെർസ്പെക്റ്റീവ് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ക്യാരക്ടർ ഇപ്പൊ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് തോന്നുന്നു ഇയാളുടെ ഉള്ളിൽ കൂടെ വേറെന്തോ ഒരു പ്ലേ നടക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുന്ന തരത്തിൽ റോസ്ലിന് തോന്നുന്നുണ്ട്. അതാണ് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ഒരു പരിപാടിയുള്ളൂ. പുള്ളിക്കാരന്റെ നോട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരാളുടെ കണ്ണി നോക്കി സംസാരിക്കും, പെട്ടെന്ന് കണ്ണ് ഡ്രോപ്പ് ആയി പോയിട്ടേ നമുക്ക് ചെറിയൊരു ഇതടിക്കില്ലേ. അപ്പൊ അതിലെന്താ ഉദ്ദേശം ഇയാൾ മനസ്സിലാവുന്ന തരത്തിൽ അത് ഭയങ്കര മിസ്റ്റീരിയസ് ആണ് ഈ ക്യാരക്ടർ. അങ്ങനത്തെ ഒരു അത് ഈ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രമേ അതൊരു സംശയമായിട്ട് കിടക്കുന്നത്. ബേസിക്കലി ഷീ ഈസ് പാരനോയിഡ്. ഈ റോസ്ലിൻ പാരനോയിഡ് ആണ്. അതാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ. ആക്ച്വലി മലയാളത്തിൽ പറഞ്ഞ ഭ്രാന്തല്ല, ആക്ച്വലി കൺഫ്യൂസ്ഡ്, പെർപ്ലെക്സ്ഡ് ആണ്. പെർപ്ലെക്സ്, കറക്റ്റ്. അതെ. ഈ ടീനേജറുടെ അച്ഛനാവുക അത് റിയലിലും അങ്ങനെയാണല്ലോ. ഇപ്പൊ അവരാണ് ഇനി സിനിമ കാണുന്ന ക്രൗഡ്, അല്ലെങ്കിൽ അവരാണ് ഇനി സീരീസ് ബിഞ്ച് വാച്ച് ചെയ്യാൻ പോകുന്ന ക്രൗഡ്. അല്ലാതെ ഉണ്ട് കേട്ടോ. എന്നാലും പറയുമ്പോ ഒരു 20 to 30 എന്നാണല്ലോ പറയാ. അപ്പൊ അവരുടെ തോട്ട് പ്രോസസ്സ്, അവരുടെ ഡ്രസ്സുകളെ നോക്കുന്ന വിധം, ആളുകളെ നോക്കുന്ന വിധം, റിലേഷൻഷിപ്പിനെ നോക്കുന്ന വിധം, ഇപ്പൊ വളരെ ക്യൂട്ടും അപ്രോച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരാളെ പൂക്കി എന്ന് പറയുക, ഒരാൾക്ക് ഭയങ്കര വൈബ് ഉണ്ടെങ്കിൽ അയാൾക്ക് നല്ല ഓറയാണെന്ന് പറയുക. ഇതിനെ പറ്റിയൊക്കെ അവെയർ ആണോ? ഇതിനെ പറ്റിയൊക്കെ അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ടോ സർ? ശ്രമിക്കുന്നില്ല, പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ശ്രമം ഒട്ടുമില്ല. ജെൻസി സ്ലാങ് പഠിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. പക്ഷേ
സി ഈ പറഞ്ഞ ജനറേഷന്റെ ഒരു വെരി ബ്രൈറ്റ് because it's the kind of exposure they get from international cinema or series. So പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും അവർക്ക്. ആൻഡ് അവര് അത് ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും. സോ ഇപ്പൊ നമ്മുടെ ജനറേഷൻ പോലെ അല്ല. ഓഫ്കോഴ്സ് അന്ന് വായനൊക്കെ ഉണ്ട്, പക്ഷെ ഇന്നത്തെ എക്സ്പോസ് സോ മച്ച് ഇന്റർനാഷണൽ ഫിലിംസ്, ഇന്റർനാഷണൽ വെബ് സീരീസ്. സോ ഈ ഹൈ സ്റ്റാൻഡേർഡ് സ്റ്റഫാണ് ഇവരുടെ എക്സ്പോഷർ. സോ ആ രീതിയിൽ ദിസ് ഹാസ് ടു ലിവ് അപ് ടു ദാറ്റ്. ഇറ്റ് വിൽ ലിവ് അപ്പ് ഡെഫിനറ്റ്ലി. പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ ഒരു ജഡ്ജ്മെന്റ് ഇസ് ലൈക്ക് ദാറ്റ്. സോ ദേ എക്സ്ട്രാ ബ്രില്യൻറ്റ് ആൻഡ് സ്മാർട്ട്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ആൻഡ് അവരെ യു കാൺ ഫൂൾ ദം. But you just can't take them for granted at all. So filmmakers have to be very sharp. In fact, പല പടങ്ങളിലും നമ്മൾ ചില അനാലിസിസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ഈശ്വരൻ, നമ്മൾ ചില സീക്വൻസസ് അവർ അനലൈസ് ചെയ്യുന്ന വിധം, ഇപ്പൊ ഒന്നും വേണ്ട, എക്കോയിലെ ഒരു സീക്വൻസിന്റെ ആ സെറ്റിലെ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്ത ഒരാള്. ഞാൻ ആ പടത്തിൽ അതിൻ്റെ ഉള്ളിൽ അഭിനയിച്ചിട്ട് ഞാൻ ഇന്ന് വരെ കലണ്ടർ തീരുന്ന പോലും ഈസ് ലുക്ക്ഡ് ഇൻടു ദ കലണ്ടർ, ദ മന്ത്, ദ ഡേറ്റ്, ആ ഇയർ എങ്ങനെയാണ് ആ പടത്തിന്റെ ടൈം ലൈൻ. അത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഹസ് ഫോളോഡ് ദാറ്റ്. അതിൽ ആർട്ട് ഡയറക്ടർ സജീഷും അഫ്നാസ് പറഞ്ഞിട്ടൊരു AD ആണ്. അദ്ദേഹമാണ് ഈ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസിന്റെ ഒത്തന്റിസിറ്റി. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, സോ നമുക്ക് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പബ്ലിക്, ഈ ജൻസി ആയാലും ഏത് ഓഡിയൻസ് ആയാലും അവർക്ക് ദേ ഹാവ് ദെയർ ഓൺ വേ ഓഫ് അനലൈസിങ് തിങ്സ്. അല്ല, പക്ഷെ എന്റെ ആസ് എൻ ആക്ടർ മൈ ടെൻഷൻ ഇസ് മൈ ലൈൻസ് ആൻഡ് ഹൗ ഐ ഹാവ് ടു പെർഫോം. അപ്പൊ എനിക്ക് അന്ന് അവിടുത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മളൊന്ന് നോക്കും, പക്ഷെ അതിന്റെ കണ്ടിന്യൂറ്റി ഇസ് നോട്ട് മൈ വർക്ക്. ഇഫ് ഐ എം യൂസിങ് സംതിങ്, ദാറ്റ്സ് മൈ ജോബ്. ഇപ്പൊ ഈ ഷോട്ടിൽ ഞാൻ എടുത്തിട്ട് ഈ കത്തി അവിടെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ പറയും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ കത്തി എവിടെയായിരുന്നു എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്റേതാണ്. പക്ഷെ ഇതിൽ ആ ടൈം ലൈൻ, സോ അങ്ങനെ ഇപ്പൊ ഈ പടത്തിൽ അതുപോലെ ഒരുപാട്, ബിക്കോസ് ഇതൊരു കംപ്ലീറ്റ്ലി മോസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് ഇൻഡോർ ബേസ്ഡ്. സോ ഈ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഹാസ് എ ലോട്ട് ഓഫ് ജോലി ഈ റോസ്ലിനില്. ഞാൻ എക്കോനെ പറ്റി ഞാൻ പറഞ്ഞപ്പോ, ഞാൻ ഈ അടുത്ത് മലയാളത്തിൽ ഇപ്പൊ ഏറ്റവും തിരക്കേറിയ ഒരു നടനാണ്, ഒരു വലിയ ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഇങ്ങനെ സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു വേറെ ഏത് വേഷമൊക്കെ നമുക്ക് വിനീതിന്റെ വേഷം എനിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ബാക്കിയെല്ലാം ബാക്കി എന്തെങ്കിലും എനിക്ക് തരായിരുന്നു. ആളുകൾ കൊതിക്കുന്നുണ്ട്. ഇപ്പൊ എക്കോലത്തെ വേഷമായിരുന്നു. അല്ല, നമ്മളെല്ലാരും അങ്ങനെയാണ്. നമ്മളൊക്കെ ഇങ്ങനെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സി ബിക്കോസ് ഈ സോ മച്ച് നോ, അതായത് ഇങ്ങനത്തെ ഇൻക്രെഡിബിളി ടാലന്റഡ് റൈറ്റേഴ്സ് ആൻഡ് ഫിലിം, അവരുടെ തോട്ട് പ്രോസസ് ഇസ് ഡിഫറെന്റ്, ദ കൈൻഡ് ഓഫ് റോൾസ് ദേ കം ഔട്ട്. സോ അത് നമ്മൾ രണ്ട് കൈ കൂടി പെട്ടെന്ന് ഗ്രാബ് ചെയ്ത് എടുത്ത്, അല്ലേ ഹക്കീം? തീർച്ചയായിട്ടും. ബിക്കോസ് സോ മെനി ബ്രില്യൻറ്റ് ഐഡിയാസ് കമ്മിങ് ഔട്ട്. അത് ഭയങ്കര എൻറിച്ചിങ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് തന്നെ. ടാലൻസ്, റൈറ്റിംഗ്. സുമേഷിനെ പോലത്തെ ഇപ്പൊ ഈ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ട് വെൻ യു റീവിസിറ്റ് ദീസ് ഇന്റർവ്യൂസ്, നോ യു വിൽ റിയലൈസ് ദ വാല്യൂ. ഞാൻ ഫ്രം മൈ ഹാർട്ട് ഐ എം സെയിങ്, ഇപ്പൊ ഈ ഇത് വന്നു കഴിഞ്ഞിട്ട് ആഫ്റ്റർ യു സീ യു ഷുഡ് റീവിസിറ്റ് ദീസ് ഇന്റർവ്യൂസ്. ബിക്കോസ് നമ്മൾ റെസ്ട്രിക്ഷൻ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷെ അതിൽ തന്നെ പല ലെയേഴ്സ് നിങ്ങൾ പടം കഴിയുമ്പോൾ യു വിൽ ബി ഏബിൾ ടു കണക്ട് ടു വാട്ട് വി ആർ സേയിങ്. ഇപ്പൊ ഇങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ട കുറച്ചധികം പടങ്ങൾ വരുന്നുണ്ടല്ലോ. പെക്കോ വരുന്നുണ്ട്, ധൂമത്തിൽ കുറെ സൂക്ഷിക്കണം. അത് എളുപ്പമാണോ? അത് പറ്റുന്നുണ്ടോ? അല്ല, രഹസ്യം സൂക്ഷിക്കലല്ല. അവിടെ നമ്മൾ ഈ ആസ്വാദകരുടെ ഇതിനെ ബഹുമാനിക്കുക, അതാണ് റെസ്പെക്ട് ദി പ്രേക്ഷകർ. ഓഡിയൻസിന് റെസ്പെക്ട് ചെയ്യണം. ബിക്കോസ് അൾട്ടിമേറ്റ്ലി അവരുടെ ആസ്വാദനം ആണിത്. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് നമ്മൾ പെർഫോം ചെയ്തതോ, ഹൗ യു എൻജോയ് ഇറ്റ്. സോ അത് ഒരു തരത്തിലും അത് സ്പോയിൽ ചെയ്യാതെ പ്രസന്റ് ചെയ്യുക. അതായത് ഇറ്റ്സ് എ റിക്വസ്റ്റ്, ഒരു അവയർനെസ്, ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്, വന്ന് കണ്ട് ആസ്വദിക്കുക, അതാണ്. അപ്പൊ ആ ആസ്വാദനത്തിന് നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കണം. അവിടെയാണ് സ്പോയിലേഴ്സ് പറയുന്നത്. അല്ലാണ്ട് രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതുകൊണ്ടൊന്നുമല്ല. ഇത് റെസ്പെക്ടിങ് ദി വാല്യൂ ഓഫ് ദി ഓഡിയൻസ്. ഈ മൂത്തൻ ഇറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു, സിനിമ അവസാനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഒരു ചിരിയുണ്ട്, അത് വല്ലാത്ത വേദനയാണ്, അല്ലെങ്കിൽ അത് എന്താണ് ആ ചിരി കൊണ്ട് ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എത്ര നേരം ബ്രീഫ് ചെയ്ത് തന്നിട്ടുണ്ട് ഗീത മോഹൻദാസ് ആ ചിരിക്ക്? ആ ചിരിക്ക് എൻ്റെ അടുത്ത് ആകെ പറഞ്ഞത്, മുല്ലയുടെ ക്യാരക്ടർ എന്തൊരു അവസ്ഥയിലാണ് അപ്പൊ കടന്നു പോകുന്നത്, ആ ചേട്ടനുള്ള ഒരു ഹോപ്പ് വന്നിട്ട് അത് അങ്ങോട്ട് വിട്ടുപോവാണല്ലോ കയ്യിൽ നിന്ന്. ആൻഡ് ഷീസ് നോട്ട് ഈവൻ റിയലൈസ്ഡ് അത് ചേട്ടനാണെന്ന്. പക്ഷെ എന്താ പറയാ, അക്ബറിന്റെ ക്യാരക്ടർ ഒരു റേ ഓഫ് ലൈറ്റ് ആയിരുന്നു മുംബൈയിൽ, കാമാട്ടിപുരയിൽ എത്തിയതിനു ശേഷം. അത് കഴിഞ്ഞ് ആ ഒരു ലൈഫെ കംപ്ലീറ്റ്ലി മാറുമ്പോൾ ഷീ സ്റ്റക്ക് ദർ. എന്താണ് വേണ്ടാന്ന് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് പീക്കു എന്നുള്ള ക്യാരക്ടർ
is bringing back a lot of memories Okay. and also a ray of hope. അപ്പൊ ആ കരച്ചിലും ചിരിയും ഇറ്റ്സ് ഓൾസോ ബിറ്റർ സ്വീറ്റ് ബിക്കോസ് ഷീസ് റിയലൈസ്ഡ് വേണ്ടത് കിട്ടിയില്ല, പക്ഷെ പീക്കുനെ കാണുമ്പോൾ ആ സന്തോഷം ഇസ് കമ്മിങ് ഫ്രം ദാറ്റ് ഓക്കെ മേ ബി ഇവിടുന്ന് Okay, ചിലപ്പോ എന്റെ okay. ജീവിതം കുറച്ച് ബെറ്റർ ആയിരിക്കും. Okay, okay, കാരണം okay. ആരുമില്ല എന്ന് പറഞ്ഞാൽ ചേട്ടനെ കിട്ടിയില്ല അല്ലെ. അപ്പൊ ആകെയുള്ള ബ്രീഫ് എന്ന് പറയുന്നത് ഗീതോന്റെ എന്റെ അടുത്ത് എപ്പോഴും പറയും യു ഹാവ് എ വെരി മെലൻകലിക് ഐസ് എന്ന് പറഞ്ഞാൽ ഈവൻ ദോ യു ആർ സ്മൈലിംഗ് യുവർ ഐസ് ഹാസ് ഡെപ്ത്. കണ്ണിനൊരു സങ്കടം ഉണ്ട്. സങ്കടമുണ്ട്, പക്ഷെ ദൈവം സഹായിച്ചു അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇറ്റ് വർക്ക്ഡ് ഫോർ മൂത്തോൺ ഫോർ മുല്ല ഇറ്റ് വർക്ക്ഡ്. അപ്പൊ ആകെയുള്ള ബ്രീഫ് ഇതാണ്, യു നോ വാട്ട് ഷീ ഈസ് ഗോയിങ് ത്രൂ. ഇഫ് യു ആർ ഇൻ ദാറ്റ് പൊസിഷൻ, അങ്ങനത്തെ ഒരു റേ ഓഫ് ലൈറ്റ്, ഒരു റേ ഓഫ് ഹോപ്പ് വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു ചിരി അത്ര. അല്ലാതെ കൂടുതൽ അത് ഞങ്ങൾ വേഗം ഷൂട്ട് ചെയ്ത സീക്വൻസ് ആണത്. പോയി ഐ തിങ്ക് വിത്തിൻ 15 minutes എടുത്ത് ഇറങ്ങി. അപ്പൊ അത് അങ്ങനത്തെ ഒരു സ്പേസിലും ആയിരുന്നു, അധികം സമയം ചെലവഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. സോ വെരി സ്മോൾ ബ്രീഫ് ബട്ട് താങ്ക്ഫുള്ളി ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ സന്തോഷമുണ്ട് കേൾക്കുമ്പോ. Since she mentioned eyes, ഈ ഹക്കീമിന്റെ കണ്ണുകളെ പറ്റിയിട്ട് ആളുകൾ എഴുതാറും റിവ്യൂലൊക്കെ മെൻഷൻ ചെയ്യാറൊക്കെ ഉണ്ടല്ലോ. അപ്പോ ഈ കണ്ണുകൾക്ക് കുറച്ചുകൂടി ഭാവം കൊടുക്കാൻ പറ്റും, കണ്ണുകളിൽ ഈ കാര്യം വരണം, അങ്ങനെയൊക്കെ ബ്രീഫ് ചെയ്യാറുണ്ടോ മേക്കേഴ്സ് വന്നിട്ട്? കണ്ണുകളിലാണ് എനിക്ക് ഇമോഷൻ വേണ്ടത്, അങ്ങനെ പറയാറുണ്ടോ? എനിക്ക് അറിയില്ല, അതൊന്നും അങ്ങനെ പറയണമെന്ന് അറിയില്ല. ഈ ക്യാരക്ടറിന് കണ്ണ് ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്, കാരണം പുള്ളിയുടെ കണ്ണിലാണ് ഈ മിസ്റ്ററി കിടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ അല്ലാണ്ട് കണ്ണ് വെച്ച് മാത്രം എനിക്ക് അഭിനയിക്കാൻ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ആളുകൾ ബ്രീഫ് ചെയ്യാറുണ്ടോ ഇത് കണ്ണിൽ വരണം, ഈ ഭാവം കണ്ണിൽ വരണം, അങ്ങനെ പറയാറുണ്ടോ? കണ്ണിൽ മാത്രമായിട്ട് അങ്ങനെ വരാൻ പറ്റുമോ? ഫേസിൽ മൊത്തത്തിലല്ലേ, അല്ലെങ്കിൽ ബോഡിയിൽ ഫുൾ ആണല്ലോ ആ ഒരു ഇമോഷൻ കിടക്കുക. കണ്ണിന് മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ, ചുമ്മാ ചിലപ്പോ പറയണായിരിക്കാം. വലിയ കാര്യമുണ്ടോ ഞാനത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല, കാരണം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഈ ക്യാരക്ടറിന് കണ്ണിനൊരു പ്രത്യേകതയുണ്ട്, കാരണം പുള്ളിയുടെ പൂച്ച കണ്ണാണ്. ആ കണ്ണ് ആണ് പുള്ളിക്കാരി ആദ്യം നോട്ടീസ് ചെയ്യുന്നതും ക്യാരക്ടറിന്റെ സ്റ്റോറിയിൽ ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടൊക്കെ ചിലപ്പോ ഭയങ്കര മിസ്റ്ററി തോന്നുന്ന ഒരു ക്യാരക്ടർ ആ കണ്ണിനുണ്ട്, അതുകൊണ്ട് കളർ വേറെയാണ്. അല്ലാതെ ചില സിനിമകളെ ഇപ്പൊ നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്ത അവസ്ഥയിലൊക്കെ വരുമ്പോൾ ആളുകൾ പറയാറുണ്ട്, ഹക്കീം നിങ്ങള് ഭയങ്കര ടാലന്റ് ഉള്ള ഒരാളാണ്, കുറെ കൂടിയൊക്കെ സെലക്റ്റീവ് ആവണം, നിങ്ങളിൽ നിന്ന് ഞങ്ങളൊരു കടശ്ശേരി ബിരിയാണിയോ ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ പറയാറുണ്ടോ? ഇല്ല, നീ ഇപ്പൊ പറഞ്ഞ അങ്ങനെ ഞാൻ പറയാണ് വിനീതേട്ടൻ, എനിക്ക് വേറെ കാര്യമുണ്ട്. എനിക്ക് അത്ര വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഒരു 10 പടം കിട്ടിയിട്ട് അതിൽ ചൂസ് ചെയ്ത് 2 എടുക്കുക എന്നുള്ള പരിപാടി ഒന്നും ഇല്ല. വരുന്ന പരിപാടി ചെയ്യുക എന്നുള്ളതാണ് എന്റെ പരിപാടി. എന്ന് വെച്ചുകൊണ്ട് ഈ മാസം പടം ഇല്ലല്ലോ എന്ന് ഓർത്ത് EMI ആക്ടർ അല്ല, അങ്ങനെ എടുക്കുന്ന അവസ്ഥയില്ല, അങ്ങനെ എടുക്കാറില്ല. EMIക്ക് വേണ്ടി പടം പിടിക്കാറുമില്ല. ഇത് എത്ര പേര് EMIക്ക് വേണ്ടി പടം ചെയ്യുന്നുണ്ട്? കുറെ പേര്. എന്നോട് വിഷ്ണു അഗസ്ത്യാണ് ആ ടൈം പറയുന്നത്, ഞാൻ ഒരിക്കലും EMI ആക്ടർ ആവില്ല, എനിക്ക് വേണ്ട വണ്ടിയും ഫ്ലാറ്റും കാറൊന്നും, എനിക്ക് മര്യാദയ്ക്ക് ഒരു പടം ചെയ്താൽ മതി, EMI ആക്ടർ ആവണ്ട. അപ്പൊ അവൻ പറഞ്ഞത് കറക്റ്റ് ആണ്, കാരണം ഞങ്ങൾ ഒരുമിച്ച് ഏകദേശം 10 വർഷത്തോളം ഒരുമിച്ച് നിന്നിട്ടുള്ള ആൾക്കാര്. അപ്പം അതിന് വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ ഇതിപ്പോ നമ്മുടെ ജോലി ആയതുകൊണ്ട് നമുക്കിപ്പോ ഒരു 6 മാസം വെറുതെ ഇരിക്കാമെന്ന് വിചാരിക്കുക. 6 മാസം കഴിഞ്ഞ് പിന്നെ പണിക്ക് പോണ്ടേ, വെറുതെ ഇരിക്കും. അപ്പൊ ചിലപ്പോ അങ്ങനെ ചെയ്യുമായിരിക്കും. പക്ഷെ അത് EMIക്ക് വേണ്ടി എന്നുള്ള സാധനത്തില്ല, ഈ ലോൺ അടയ്ക്കുക എന്നുള്ള പരിപാടിയോ അങ്ങനെയൊന്നും വേണ്ടിയിട്ടല്ല. വർക്ക് ചെയ്യണം, ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി. കാശിന് വേണ്ടിയിട്ടുള്ള പരിപാടി അല്ല ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിലൂടെ കയറി നടന്നു പോകുമ്പോ നമ്മൾ ജീവിച്ചു എന്ന് തോന്നും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ ഒരു സൈഡാണത്. പിന്നെ ഈ ഒരു സിനിമയുടെ ജയവും പരാജയവും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പടം സേഫ് ആക്കാനോ അല്ലെങ്കിൽ ഈ കഥയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ എനിക്കതിനകത്തൊന്നും ചെയ്യാനില്ല. കംപ്ലീറ്റ്ലി ഓൺ ഡയറക്ടറുടെ സൈഡിലോ പ്രൊഡ്യൂസറുടെ സൈഡിലോ അവരിടുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോ ഇല്ലെന്ന് ഓഡിയൻസ് എത്രത്തോളം ആ ഒരു മൂഡിനെ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ, ഇതൊന്നും നമുക്ക് സിനിമ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ മൂവി അടിപൊളിയായിരിക്കും, ഇന്നായിരിക്കില്ല, ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് അതെന്താ ഓടാത്തെന്ന് പറയും. അതൊന്നും ഒരു ആക്ടറിനെ സംബന്ധിച്ച് നമ്മൾക്കൊന്നും ചെയ്യാനില്ല, കിട്ടുന്ന പണി ചെയ്യുക. ആളുകൾ ഇപ്പൊ സാറിന്റെ സെലക്ഷൻ ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യുന്നു. ഇപ്പൊ എക്കോയൊക്കെ തമിഴില് ആളുകൾ റിവ്യൂ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, കാതൽ ദേശത്തിലുള്ള ആളാണ് ഇയാൾ നിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു.
ഇപ്പത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ 2025 പക്കാ പെർഫെക്റ്റ് ആണല്ലോ. അക്കൗണ്ട്, ധീരനുണ്ട്, ഡൊമിനിക് ആൻഡ് ഡിസ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഒക്കെ ഗംഭീര സാധനമാണല്ലോ. സർവമായ ഉണ്ട്. സർവമായ മലയാളത്തിൽ 175 കോടി കളക്ട് ചെയ്ത സിനിമയാണ്. അപ്പൊ ഇപ്പൊ ആളുകളുടെ സെലക്ഷനെ പറ്റിയിട്ടും പറയുമ്പോ ഇതൊക്കെ വന്നു ചേരുന്നതാണ്. ഇതിലങ്ങനെ എനിക്ക് റോളൊന്നുമില്ല, അങ്ങനെ തന്നെയാണോ മനസ്സിലേക്ക് വരുന്നത്? തന്നെയാണ് അത്. ഈ ഹക്കീം പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. ഇതൊക്കെ സബ്സ്റ്റാൻഷ്യൽ. എന്റെ എനിക്ക് ഹരത് സാറൊക്കെ പറഞ്ഞത് ഏറ്റവും വലിയൊരു അഡ്വൈസ് ഇതാണ്. ആസ് ആക്ടേഴ്സ് ബി വെരി thoughtful when you taking a project. Meaningful ഉം സബ്സ്റ്റാൻഷ്യൽ ആയിരിക്കണം. ഓഫ് കോഴ്സ് പ്രാക്ടിക്കലായിട്ട് 8 മാസമൊക്കെ വെറുതെ വേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഒരു നല്ല ഒരു ഗുഡ് വിൽ ഒരു സിനിമയിൽ കൂടെ നിങ്ങളുടെ പെർഫോമൻസിലൂടെ ചെയ്യണം. ദാറ്റ് വിൽ ഓൾവേസ് വർക്ക് ഗുഡ് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ സക്സസ് റേറ്റ്. അത് അനുഭവിച്ച ഒരു ആക്ടറാണ് ഞാൻ. ഇപ്പം ഒരു ചെറിയ രസം ഈ EMI എന്നൊക്കെ പറഞ്ഞപ്പോ പണ്ട് ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് മദ്രാസിലാണ് പഠിച്ചത്. അപ്പൊ ഈ എറിയേഴ്സ് ഹോളിഡേസിൽ ഇങ്ങനെ അപ്പൊ ഞാൻ പാസ്സായിട്ടുണ്ടോ. അപ്പൊ എനിക്ക് ചെറിയ ചില അന്ന് ഫുൾ ടൈം പടങ്ങളൊന്നുമില്ല, അല്ല ചെയ്യാറുമില്ല, വരാറുമില്ല. ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ഈ നെയ്തർ ബോയ് നോർ മാൻ, സോ വെരി ഫ്യൂ ഓപ്പർച്യൂണിറ്റീസ് കം. ആ ടീനേജ് ലവർ ബോയ് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് വലുതുമല്ല ചെറുതുമല്ല. ജെന്റിൽമാനൊക്കെ മുമ്പ് അവരൊക്കെ മുമ്പ്. സോ എന്നോട് ഏത് പടാന്ന് ചോദിക്കാതെ. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഈ വെക്കേഷനിൽ വെറുതെ ജോളിക്ക് ഒരു പടം, ചെറിയൊരു റോളാണ്, ഇറ്റ്സ് എ ബിഗ് ഫിലിം. അതൊക്കെ ചെയ്ത് ഞാൻ എന്തോ മദ്രാസിൽ ഹരൻ സാർ എപ്പോഴോ കണ്ടു, ഹരിഹരൻ സാർ. അപ്പൊ ഹരൻ സാറെ കൊണ്ട് എന്താണ് ഒരു പടം കണ്ടല്ലോ, ഒരു 1.5 സീന്, എന്തൊരു വീട്ടിൽ അരി വാങ്ങിക്കാൻ കാശില്ലായിരുന്നു. എന്തിനാണ് ഇതൊക്കെ അല്ല വെയിറ്റ്. ഹി ഓൾവേസ് സെസ് വെയിറ്റ് ആൻഡ് ഡു മീനിങ്ഫുൾ ഫിലിംസ്. ഡെഫിനറ്റ്ലി അതൊരു ഗ്രേറ്റ് അഡ്വൈസ്. ബിക്കോസ് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇരിക്കണമെങ്കിൽ യു നീഡ് ടു ഹാവ് സബ്സ്റ്റാൻഷ്യൽ സ്റ്റഫ്. അതൊരു അനുഗ്രഹം പോലെ വരണം കേട്ടോ. അത് വേറെ കാര്യം വരും എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളില് ഹക്കീമും സഞ്ജനൊക്കെ she was telling, she was waiting, but you see the potential of the actor she is in Rosaline. So wait the worth, worth the waiting, right? Yeah, it's worth 100%. the wait, because ഇതില് അത്രയും പവർഫുൾ ആയ ഒരു സെൻട്രൽ ഓറിയന്റഡ് പെർഫോമൻസ് ഓറിയന്റഡ് റോളാണ് സഞ്ജന എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന് കിട്ടുന്നത്. അത് ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് അതിനൊരു എഫക്റ്റ് വരും എന്നുള്ളതാണ്. സോ അതൊരു സ്ട്രോങ് ബിലീഫ്, അത് പാഷൻ ആൻഡ് നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിന് തീർച്ചയായിട്ടും റിസൾട്ട്സ് വരും എന്നാണ് എൻ്റെ ഒരു ഹംബിൾ വിശ്വാസം. സോ അതുകൊണ്ടായിരിക്കാം ലൈക്സ് ഇപ്പം വിഷ്ണു പറഞ്ഞില്ല, നിങ്ങൾ നല്ല നല്ല വേഷങ്ങൾ ചെയ്യുന്നത് വരുന്നതിൽ നിന്ന് നല്ല നോക്കിയെടുക്കുന്നതാണ്. അപ്പൊ ആ വരണം. ഇപ്പൊ സുമേഷിന് തോന്നണം ഇന്ന ഈ പടത്തിൽ ഇന്ന റോളിന് ഇവനിട്ടാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് ദി ബ്ലെസ്സിംഗ്. സുമേഷ്, ഈ ജിത്തു സാറിന്റെ ഒരു ഇൻവോൾവ്മെന്റ്, അദ്ദേഹം എത്രമാത്രം ഇതില് ഭാഗമായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ? സാറിനകത്ത് ത്രൂ ഔട്ട് നമ്മളുടെ ഒരു വലിയ പില്ലർ തന്നെ ആയിരുന്നു. പരസ്യം മാത്രമല്ല, അല്ലല്ല, ഒരിക്കലും അല്ല. സാറ് ഷോറണ്ടർ തന്നെ ആയിരുന്നു. അദ്ദേഹം ഇതിന്റെ കഥ ആക്ച്വലി ഇതിന്റെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഫുൾ കഥ കേട്ട വ്യക്തിയാണ്. ആ പോയിന്റ് മുതൽ ഇത് ഇറങ്ങുന്നത് വരെ കൃത്യമായിട്ട് ഇത് ഹോട്ട്സ്റ്റാറിൽ പിച്ച് ചെയ്യുന്ന സമയത്ത് സാറ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ പിച്ച് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഈ ടാഗ് ഉണ്ടല്ലോ, ഈ ഷോറണ്ടർ എന്നുള്ള ടാഗിന് ആ എന്താ പറയാ, അവിടെ ഇരിക്കുന്ന ആള്, അതായത് ഷോറണ്ടർ ആയിട്ട് ഇരിക്കുന്ന വ്യക്തി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന്റെ ലിസ്റ്റ് നമുക്ക് തരും. അത് ഞാൻ സാറിന്റെ അടുത്ത് പറയും, സാർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഓക്കെ ആണോ സാർ? ഓക്കെ ആണ്. ഇപ്പൊ എന്താന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഓക്കെ സാറുണ്ട് എന്ന് പറഞ്ഞത്. ഇതിന്റെ ഓരോ സ്റ്റേജിലും സാർ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷൂട്ട് സമയത്ത് 3-4 ദിവസം സാർ ഇങ്ങനെ വന്ന് ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നോക്കിയിട്ടുണ്ട്. എടുത്ത സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ടതിൽ പ്രശ്നം തോന്നിയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കട്ട് കണ്ടു, ഫൈനൽ കട്ട് കണ്ടു, മ്യൂസിക് ചെയ്തിട്ട് കണ്ടു, ഫൈനൽ ഔട്ട് കണ്ടു. ഇതെല്ലാം നടക്കുന്നുണ്ട്, വെറുതെ വെച്ചേക്കല്ല. ഇതിനകത്ത് ഭയങ്കര സപ്പോർട്ടീവ് ആക്ടേഴ്സ്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില സമയത്തൊക്കെ റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ഹി വാസ് ദേർ. ലൈക്ക് ആൻഡ് ഇവര് തമ്മിലുള്ള ഒരു കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ, അത് ആക്ടേഴ്സ് അറിഞ്ഞോളന്നില്ല. അതില് സുമേഷിന് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് ഹീൽ ഗെറ്റ് ഇറ്റ്, അദ്ദേഹമായിട്ട് ക്ലാരിഫൈ ചെയ്യും, എന്നിട്ട് അത് ആക്ടേഴ്സിലേക്ക് കൺവേ ചെയ്യും. അങ്ങനെ സോ അതാണ് ഒരു ഷോ റണ്ണർ ഇസ് ദി ഒരു ടോട്ടൽ സൂപ്പർവിഷൻ ചെയ്യുന്ന ഒരു, അതും അദ്ദേഹത്തിനെ പോലെ ഒരു അതുല്യനായ ഒരു ഫിൽം മേക്കർ
ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ വരുമ്പം ഡെഫിനറ്റ്ലി അത് നമുക്ക് എല്ലാവർക്കും അത് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ. ഈ OTT സ്പേസിലൊക്കെ പോയിട്ട് ലൈഫ് മാറിയ കുറെ പേരില്ലേ, പങ്കജ് ത്രിപാഠി, നവാസിൻ സിദ്ദിഖി, രാധിക ആപ്തെ, അവരുടെയൊക്കെ ഒരു 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 യാത്രയിലേക്ക് അങ്ങനെ ഒരു സ്വപ്നം കാണുന്നുണ്ടോ ഹക്കീം? എന്നോട് മാത്രമേ കോംപ്ലിക്കേറ്റ് അല്ല, ഇവിടെ നിന്ന് അങ്ങനെ ഒരു OTT ലൈഫ് കിട്ടും അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ ചോദിക്കണേ? അറിയില്ല. പക്ഷെ ഇതിനു മുന്നേ ഞാൻ കൃഷാന്തിന്റെ 4 സംഘം ചെയ്തിരുന്നു. അതിന് മുന്നേ ഒരു ഹിന്ദി വെബ് സീരീസ് ചെയ്തിരുന്നു. നമുക്ക് കിട്ടുന്ന റിസപ്ഷൻ ഭയങ്കര വലുതായിരിക്കും. ഈ കടസിലെ ബിരിയാണി പറഞ്ഞ പോലെ OTT വന്ന് സൗത്ത് മുഴുവൻ കണ്ടുകൊണ്ടാണ് എനിക്ക് തമിഴിൽ പടങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഒന്നുമില്ല, ഓപ്പർച്യൂണിറ്റി കൂടും നമ്മുടെ, നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും, അത് ഉറപ്പാണ്. അതുകൊണ്ട് പാൻ ഇന്ത്യൻ ആവുക അങ്ങനെയുള്ള പരിപാടിയല്ല. നല്ല ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മുടെ ഓപ്ഷൻസും ചോയ്സും നമുക്ക് കുറച്ചും കൂടെ നല്ല കാര്യങ്ങളും നല്ല പടങ്ങളും ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം ഇങ്ങനെ അമയണം തമിഴിൽ പറയണ പോലെ. OTT ലൈഫ് ഒന്നുമില്ല. ആക്ടിങ് സ്കിൽസ് ഇൻഡിവിജ്വൽ എനിത്തിങ്. അത് OTT മാത്രമേ അങ്ങനെയൊന്നുമില്ലല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ആക്ടേഴ്സും ഔട്ട്സ്റ്റാൻഡിങ് ആക്ടേഴ്സ് ആണ്. It's about your skills, your caliber as an actor. That is what helps you. Whether it's a film or short film, web series, serials, whatever. ഞാൻ ആട് 3യുടെ ഭാഗമായിട്ട് വിജയ് ബാബുവിനോട് സംസാരിക്കായിരുന്നു. അപ്പൊ അദ്ദേഹമായിരുന്നു ആദ്യം കത്തനാറിന്റെ ഇനീഷ്യൽ പ്രൊഡ്യൂസർ. അദ്ദേഹം എന്നോട് ഏകദേശം ഒരു 1/2 മണിക്കൂർ സമയമാണ് കത്തനാറിന്റെ പറ്റി പറഞ്ഞത്. അതിപ്പോ ഷേപ്പായി വന്ന ഇതൊക്കെ കണ്ടിട്ട്. കത്തനാറിന് ഇൻവോൾവ്ഡ് ആണല്ലോ. എങ്ങനെയുണ്ട്? ഡബ് കഴിഞ്ഞോ? എങ്ങനെയുണ്ട്? ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മുൾമുനയിൽ വെയിറ്റ് ചെയ്യണം എപ്പോഴാണ് ഭയങ്കര ഒരു എന്താണ് ഒരു ഇന്റർനാഷണൽ പ്രോഡക്റ്റ് പോലെ മാത്രല്ല, ഈവൻ ടെക്നിക്കലിയും ആർട്ടിസ്റ്റിക്കലി ഓൾസോ. ബിക്കോസ് റോജന്റെ ഒരു ഡ്രീം ചൈൽഡ് അല്ലേ ജയസൂര്യയുടെ ഒരു ലൈഫ് കമ്മിറ്റ്മെന്റ്. ഒരുപാട് കൊല്ലങ്ങൾ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ഒരു സിനിമയാണ്. അങ്ങനെ ഒരുപാട് ബ്രില്യന്റ് ആയ ആക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു വലിയ പ്രോജക്ട്. ഇനി എന്തൊക്കെയാ വരാനുള്ളത്? മെയിൻലി അതാണ് കത്തനാറാണുള്ളത്. ആൻഡ് ഇതില് ഭയങ്കരമായിട്ട് നമ്മൾ മിസ് ചെയ്യുന്നത് മീനയുടെ ഒരു ബാക്ക് ബോൺ ഓഫ് ദിസ് റോസ്ലിൻ. നോട്ട് ജസ്റ്റ് ആസ് ആൻ ആക്ടർ, ആസ് എ ആ ക്യാരക്ടറായിട്ടും. പിന്നെ ഓഫ്കോഴ്സ് അവരൊരു സ്റ്റാർ ആൻഡ് ആസ് എ കൊളീഗ് എനിക്ക് എത്രയോ കൊല്ലമായിട്ടുള്ള അസോസിയേഷൻ ആണ്. വെരി ഗുഡ് ഫ്രണ്ട്. ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന അഡ്മയർ ചെയ്യുന്ന ഒരു ബിഗ് സ്റ്റാർ. അവരുടെ ഒരു പ്രൈം ഓഫ് എ സ്റ്റാർഡമിലാണ് ഞാൻ ഐ വർക്ക് വിത്ത് ഇൻ തെലുഗു. 2 പടങ്ങൾ ആൻഡ് 1 തമിഴ് ഫിലിം. സോ ആ തെലുങ്ക് പടത്തിലൊക്കെ ബ്യൂട്ടിഫുൾ സോങ്സ്. സോ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മലയാളി പ്രേക്ഷകർ കാണാൻ സാധ്യതയില്ല. അസാധ്യം. അത് ഇഫ് ടൈം പെർമിറ്റ്സ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഓൺ യൂട്യൂബ്. ഇറ്റ്സ് കോൾഡ് അമ്മായി കോസം. അതിലെ പാട്ടുകള് ഹരിഹരൻ സാറും ഉദിത് നാരായണൻ, സ്വർണ്ണലത അവരൊക്കെ പാടിയ ഞങ്ങളെ ഫിലിം സിറ്റിയിൽ പിക്ചറൈസ് ചെയ്ത് ഭയങ്കര രസമുള്ള സോങ്സ് ഉണ്ട്. ഐ ഹാഡ് ദ പ്രിവിലേജ് ഓഫ് വർക്കിംഗ് വിത്ത് ദം. ഒരേ സമയം 4 ഭാഷയിലൊക്കെ സൂപ്പർ ഹിറ്റ് ഉണ്ടായിരുന്ന വളരെ റയർ ആയിട്ടുള്ള ആളുകളിൽ ഒരാളല്ലേ? അതെ അതെ. സൂപ്പർ ഹിറ്റ് മാത്രല്ല, ഐ മീൻ ഒരു ഇൻക്രെഡിബിൾ സ്റ്റാർഡം ആൻഡ് വർക്കിംഗ് വിത്ത് വലിയ വലിയ സ്റ്റാർസ്, വെരി ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ്. ഇവരെല്ലാം ആ കാലത്തെ നോട്ട് ജസ്റ്റ് സ്റ്റാർസ്, അവരെല്ലാം എക്സ്ട്രോർഡിനറി ആക്ടേഴ്സ് ആയിരുന്നു. ദ കൈൻഡ് ഓഫ് ഫിലിംസ്. ഇപ്പൊ ഇവരുടെ ഒരു ബോഡി ഓഫ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ശ്രീദേവി മാമിനെ കുറിച്ചൊക്കെ പറയുമ്പം അത് കഴിഞ്ഞിട്ടുള്ള ഒരു ജനറേഷനിൽ മീനൊക്കെ അതിന്റെ ഒരു സ്ട്രോങ് ഒരു ലെഗസി ഫോളോ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. അപ്പൊ ഇതില് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ജോയ് ആയിരുന്നു മീനയുടെ കൂടെ വർക്ക് ചെയ്യാൻ. എനിക്ക് എസ്പെഷ്യലി ബിക്കോസ് ഐ കുഡ് റിലേറ്റ് ടു ഹർ ആസ് എ ഫ്രണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് പഴയ കഥകള് ഡിസ്കസ് ചെയ്യാൻ പറ്റി. ആൻഡ് a lot of beautiful times. So ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രൊമോഷൻ. ഷീസ് ഇൻ ഓസ്ട്രേലിയ. ഒരു പ്രയർ കമ്മിറ്റ്മെന്റ് കാരണം പോയിരിക്കുകയാണ്. We are expecting her for the premiere അല്ലേ? മിനിമം കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വർണ്ണപ്പകിട്ട് കാണുമ്പോഴും അവര് വാലിഡ് ആണ്. ഇപ്പൊ ഈ വർഷം ഏപ്രിലിൽ ദൃശ്യം 3 ഇറങ്ങാൻ പോകുന്നു. അപ്പൊ വരെയും ഒരാളുടെ സ്പാൻ വലുതാവുക, എന്ന് പറയുന്നത് എളുപ്പമല്ലല്ലോ. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് മാമിനെ അപ്രോച്ച് ചെയ്യുമ്പോ തന്നെ നമ്മള് സംസാരിച്ചിരുന്നു. ഇപ്പൊ അടുത്ത കാലത്ത് മാം ചെയ്തേക്കുന്നതിൽ നിന്ന് ഉള്ള അമ്മ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് ഇച്ചിരി ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഇതല്ലേ. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നിൽക്കുന്ന ഒരു ഈക്വൽ കപ്പിളാണ് ആക്ച്വലി ശോഭയും ജോണും. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ആണെന്ന് പറഞ്ഞായിരുന്നു എന്റെ USP. അങ്ങനെയായിരുന്നു ഞാൻ മാമിനെ കണ്ട് കഥ പറഞ്ഞ്
ഇതിലേക്ക് നമ്മൾ എന്താ പറയാ മാം അക്സെപ്റ്റ് ചെയ്തതിന്റെ ഒരു പ്രധാന കാരണം അതാ. കുറച്ച് നാളായിട്ട് ആക്ച്വലി മാമിനെ ഇച്ചിരി പാവമായിട്ടാണല്ലോ നമ്മളിങ്ങനെ സ്വീറ്റ് ആയിട്ടാണ് കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് കുറച്ചുകൂടെ ഒരു ഇച്ചിരി കേപ്പബിൾ അമ്മ. ജോൺ പാവാണ്. ജോൺ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ജോൺ ഒരു സാധു നല്ല ശോഭിച്ചിരി അങ്ങനെ ഒരു ഭയങ്കര രസമുള്ളൊരു. അപ്പോ മിസ്റ്ററി ഒരു സ്ലോ ബേണർ സ്വഭാവമുള്ള ഒരു സീരീസ്, ഒപ്പം ജിത്തു ജോസഫിന്റെ ബ്രാൻഡിങ്, നിങ്ങളുടെയൊക്കെ പെർഫോമൻസ്, ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് കിട്ടട്ടെ മലയാളിക്ക്. പിന്നെ നേരത്തെ പറഞ്ഞ ഹോട്ട്സ്റ്റാർ മലയാളം ഗുഡ് വിൽ ഉണ്ടല്ലോ, അത് കാത്തു സൂക്ഷിക്കാൻ പറ്റട്ടെ. 4 പേരുടെ നേരത്തിന് ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert.